സോ നമുക്കറിയാം നമ്മുടെ EVS-ലുള്ള നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ വേൾഡ് വി ലിവ് ഇൻ, അല്ലെ, നാം ജീവിക്കുന്ന ലോകം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും, വളരെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളും എന്റെ മക്കൾ ഇതാ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. നമ്മൾ അവിടെ ഗ്ലോബിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ്, അല്ലെ. ആ ഗ്ലോബ് നോക്കിയിട്ട് നിങ്ങൾ നമ്മുടെ ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻപ് ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ദാ ഈ ഇന്ത്യയുടെ മാപ്പ് നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ ആയിട്ട് ദാ നമ്മുടെ കൊച്ചു കേരളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ. ദാ ഈ കാണുന്നതല്ലേ നമ്മുടെ കേരളം. അപ്പൊ ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിന്റെ മാപ്പാണ് നമ്മൾ ഇതാ ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ മാപ്പ് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം, അല്ലെ, കുറേ ജില്ലകൾ അവിടെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ജില്ലകൾ പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള ജില്ലകൾ അവിടെ വരും, അല്ലെ. അപ്പൊ ആകെ നമ്മൾ പറയുകയാണെങ്കിൽ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തില് മൊത്തം എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകൾ കേരളത്തിലുണ്ട്, അല്ലെ. ഏതൊക്കെയാണെന്ന് അറിയാവോ മക്കൾക്ക്? ഇങ്ങനെ ഒരു മാപ്പ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയും മക്കൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ യെസ്, നമുക്ക് ഇതാ കാസർഗോഡ് ഉണ്ട്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. അപ്പൊ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളെയും ഇങ്ങനെ ഒരു മാപ്പിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റണം. അത് പറ്റണമെങ്കിൽ എന്റെ മക്കൾക്ക്, നിങ്ങൾക്ക് ഓൾറെഡി 14 ജില്ലകളുടെ പേരും ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ പേരുകൾ മക്കൾ പഠിച്ചിരിക്കുക. അത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ സ്വന്തം ജില്ലയുടെ പേര് നമുക്കറിയാം, അല്ലെ. അതുപോലെ നമ്മുടെ സ്വന്തം സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലുള്ള 14 ജില്ലകളുടെ പേരും നമ്മൾ അറിഞ്ഞിരിക്കണം. മാപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദാ ഇങ്ങ് മൂലക്കിൽ, അല്ലെ, ഇങ്ങ് ഏറ്റവും മുകളിലായിട്ടാണ് നമ്മുടെ കാസർഗോഡ് ഉള്ളത്. അത് കഴിഞ്ഞ് കണ്ണൂര്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. മിസ് ഇതിങ്ങനെ കാണിച്ചു തരാൻ കാരണം നമുക്കറിയാം മാപ്പിൽ ഇപ്പൊ സൂക്ഷിച്ചു നോക്കി കണ്ടുപിടിക്കാൻ മക്കൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ 14 ജില്ലകളും പഠിച്ചു, പക്ഷെ ഇത് എവിടെയൊക്കെയാണെന്ന് മക്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. ആ 14 ജില്ലകളും എന്റെ മക്കൾ എല്ലാവരും ഓർത്തു വെക്കണം. 14 ജില്ലകളുടെ പേരുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇവിടെ പറയാണ് കേരളത്തിൽ എത്ര ജില്ലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ തെറ്റിക്കരുത്. 14 ഡിസ്ട്രിക്ട്സ്, അല്ലെ, 14 ജില്ലകളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും മുകളിൽ ഏറ്റവും വടക്കു ഭാഗത്ത് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം കാസർഗോഡാണ്. അതുപോലെ ഏറ്റവും തെക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ തിരുവനന്തപുരമാണ്. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ കാസർഗോഡ് ഏറ്റവും മുകളിൽ, അല്ലെ, ഏറ്റവും താഴെയായിട്ട് എന്താണ് നമ്മളുടെ തിരുവനന്തപുരവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി കേരളത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്, ക്യാപിറ്റൽ ഓഫ് കേരള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ജില്ലകൾ പറഞ്ഞു, അല്ലെ. ഇതിൽ ഏതാണ് കേരളത്തിന്റെ തലസ്ഥാനം? കേരളം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം, ക്യാപിറ്റൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കനെ പറയണം, അത് നമ്മളുടെ തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരമാണ്. ഇനി കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സവിശേഷതകൾ പറയുകയാണെങ്കിൽ യെസ്, തിരുവനന്തപുരം ആയിക്കോട്ടെ, എറണാകുളം ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് വിമാനത്താവളങ്ങൾ, അല്ലെ, നമ്മളുടെ എയർപോർട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ എയർപോർട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയണ്ടേ. കാരണം വിമാനവും ട്രെയിനും ഒക്കെ എപ്പോഴും നമുക്ക് കുറച്ച് കൗതുകം തരുന്ന വാഹനങ്ങളാണ്, അല്ലെ. അപ്പൊ കേരളത്തിലെ 14 ജില്ലകളിൽ 2 ജില്ലയിലൂടെ മാത്രമാണ് റെയിൽവേ ലൈൻ കടന്നു പോവാത്തത്. അതുകൂടെ എന്റെ മക്കൾ ഓർത്തു വയ്ക്കുക. ഇടുക്കിയും അതുപോലെ തന്നെ എന്താണ് വയനാടുമാണ് റെയിൽവേ ലൈൻ ഇല്ലാത്ത, അല്ലെങ്കിൽ റെയിൽവേ കടന്നു പോവാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഇടുക്കിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ വയനാടുമാണ്. അപ്പൊ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എന്താണ് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇനിയും കുറെ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരോ കുഞ്ഞു വീഡിയോസിലായിട്ട് പരിചയപ്പെടാം, പഠിച്ചെടുക്കാം. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.